കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിക്ക് നിവേദനം നൽകി. കഴിഞ്ഞ ദിവസം യാത്രക്കാർക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ള ഇരിപ്പിടത്തിലേക്ക് ബസ് ഇടിച്ചു കയറി യുവാവിന് പരിക്കേറ്റ സാഹചര്യത്തിലാണ് ബസ് സൗഹൃദ സംഘം നിവേദനം നൽകിയത്. കഴിഞ്ഞ ദിവസം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്കായി ക്രമീകരിച്ചിട്ടുള്ള ഇരിപ്പിടത്തിലേക്ക് ബസ് ഇടിച്ചുകയറി അപകടം ഉണ്ടായിരുന്നു. ബസ്സുകളുടെ സാങ്കേതിക തകരാറുകൾ മൂലമോ ഡ്രൈവർമാരുടെ അശ്രദ്ധയോ മറ്റു പിഴവുകളോ മൂലമോ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ KSRTC ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഭാഗം ഉൾപ്പെടെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ കയറ്റിയിറക്കുന്നതിന് വേണ്ടി ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന 4 സ്ഥലങ്ങളിലും ബസ്സുകളുടെ മുൻവശത്തുള്ള ടയറുകൾ തടഞ്ഞു നിൽക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഡിവൈഡറുകൾ നിർമ്മിക്കുവാൻ ആവശ്യമായ അടിയന്തര നടപടികൾ കട്ടപ്പന മുനിസിപ്പൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും കൂടാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ഭീഷണിയാകുന്ന തരത്തിൽ ബസ് സ്റ്റാൻഡിൽ കൂടി അനിയന്ത്രിതമായി സ്വകാര്യ വാഹനങ്ങൾ കയറിയിറങ്ങുന്നതും അനധികൃതമായി പാർക്ക് ചെയ്യുന്നതും തടയുന്നതിന് വേണ്ട സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ ബസ് ജീവനക്കാർ ഒപ്പിട്ട നിവേദനം നൽകിയത്. ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബസ്സുകൾ വരുമ്പോൾ അത് മുന്നോട്ട് കയറി പോകാത്ത തരത്തിൽ ബസ്സിന്റെ മുൻ ചക്രങ്ങൾ തടഞ്ഞു നിൽക്കുന്ന തരത്തിലൊരു ഡിവൈഡർ നിർമ്മിച്ച് അത് KSRTC ബസ് ഉൾപ്പെടെ പാർക്ക് ചെയ്യുന്ന 4 ഭാഗങ്ങളിലും അങ്ങനെയുള്ള ഡിവൈഡർ നിർബന്ധിച്ചുകൊണ്ട് അവിടെ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇനിയിപ്പോൾ ബസ്സിന്റെ സാങ്കേതിക തകരാർ മൂലമോ ഡ്രൈവർമാരുടെ അശ്രദ്ധയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിഴവ് കൊണ്ടോ അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായി ജീവനക്കാർക്ക് അല്ലെങ്കിൽ അതുപോലെ യാത്രക്കാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത തരത്തിൽ അവർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്ത് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ഞങ്ങൾ ഒരാവശ്യം. അതുപോലെ തന്നെ കാലങ്ങളായി ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സമയം പോലെ ആവശ്യപ്പെടുന്നതാണ്. പൊതുനിരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ സ്വകാര്യ വാഹനങ്ങളാണ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ തരംഗം വിലക്കം പാർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. സ്വകാര്യ വാഹനങ്ങൾ കയറി ഇറങ്ങുന്നതും പാർക്ക് ചെയ്യുന്നതും തടയുന്നതിനാവശ്യമായ നടപടികൾ മുനിസിപ്പൽ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങപാറ, ഭാരവാഹികളായ ബിജു PV, ബിജു ചാക്കോ, രഞ്ജിത്ത് PT, അശോകൻ PN, ബിനീഷ് മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.